നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ആണ്ട് ഡിസംബർ മാസം 16 തീയതി, 1200 ആണ്ട് ധനുമാസം 1 തീയതി തിങ്കളാഴ്ചയാണ്. ഇന്ന് ധനു 1 തിങ്കളാഴ്ച. മാത്രമല്ല, ഇന്ന് തിരുവാതിര നക്ഷത്രവും കൂടി വന്നിരിക്കുകയാണ്. നക്ഷത്രം കൊള്ളാൻ തിരുവാതിര നക്ഷത്രമാണ്. മഹാദേവൻ്റെ നക്ഷത്രമാണ് തിരുവാതിര. തിങ്കളാഴ്ച ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസമാണ്. 1 തീയതിയും കൂടിയാണ്. മലയാള മാസം 1 തീയതി കൂടിയാണ്. അപ്പോൾ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഇപ്പം തിരുവാതിരക്കാർക്ക് അത്ര നല്ല സമയം നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ല. വ്യാഴം 12 സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. എങ്കിൽ പോലും നമ്മളൊരു വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ചിന്തിക്കുന്നത്. ബർത്ത്ഡേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണവും ഒരു വർഷത്തെ ഫലത്തെ അറിയാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ സന്തോഷപ്രദമായ അവസ്ഥ ഉണ്ടാവും. കുറേ കാര്യങ്ങൾക്ക് ശമനം വരും. കുറേ തടസ്സങ്ങൾ മാറിക്കിട്ടും. പ്രത്യേകിച്ച് വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വാഹനം വിൽക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു കാലയളവാണ് ഈ ഒരു വർഷം. അതുപോലെ വീട് വെക്കാനോ വീട് വിൽക്കാനോ അതുപോലെ വീട് പുതുക്കി പണിയാനോ വസ്തു മേടിക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്കും ഏറ്റവും ശുഭപ്രദമായ ഒരു വർഷമാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് നിന്ന് തന്നെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാനോ ഒക്കെ താല്പര്യം കാണിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആഗ്രഹമുള്ളവർ, ശ്രമിക്കുന്നവർ ശ്രമം തുടരണം. കാരണം നിങ്ങൾക്ക് അനുകൂലപ്രദമായിട്ടുള്ള ഒരു വർഷമായിരിക്കും വന്നു ചേരുക. അതേപോലെ ഇന്ന് ഓരോ കാര്യത്തിന് നമ്മൾ പോകുമ്പോഴും നമ്മൾ സമയം, നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സന്തോഷിക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. ഒരു ആഴ്ച ആരംഭമാണ്. ഇതൊക്കെ കൊള്ളാമെങ്കിലും നമ്മൾ രാവുകാല സമയം, രാവുകാലം രാവിലെയാണ് വരണത്. രാവിലെയാണ് രാവുകാലം വരണത്. രാവിലെ 8:03 തൊട്ടേ രാവുകാലം തുടങ്ങുള്ളൂ. ഞാൻ രാവുകാലം, ഗുളികകാലം, യമകണ്ഠകാലം ഒക്കെ പറയണമെന്ന് വെച്ചാൽ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സമയം ഒന്നായിരിക്കും, യഥാർത്ഥ സമയം മറ്റൊന്നായിരിക്കും. ചിലപ്പോൾ മാത്രമേ ഈ 2 സമയമായിട്ട് മാച്ച് ചെയ്ത് വരത്തുള്ളൂ. കലണ്ടറിൽ 7:30 മണി മുതൽ 9 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 8:03 വരെ രാവുകാലം ഇല്ല. അപ്പോഴാണ് രാവുകാലം തുടങ്ങണേ. 9:29 വരെ രാവുകാല സമയമാണ്. അപ്പോൾ രാവുകാല സമയം തുടങ്ങുന്നത് തന്നെ ലേറ്റായാണ്. അതുകൊണ്ട് 9:29 വരെ ഉണ്ട് താനും. അപ്പോൾ ഒന്നുകിൽ രാവുകാലത്തിന് മുമ്പോ രാവുകാലത്തിന് ശേഷമോ ഓരോ ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം. അതുപോലെ നമുക്ക് ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത അന്നത്തെ ദിവസം കൊള്ളാം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ആ ഗുളികകാല സമയം വരുന്നത് 1:46 തൊട്ട് 3:12 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 10:55 തൊട്ട് 12:20 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. കാരണം പ്രകൃതി തന്നെ അവർക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന കാലഘട്ടമാണ്, സമയമാണ്. ആ സമയത്തെ കയറി കൈവയ്ക്കരുത്. ഇല്ല, നമുക്ക് എന്ത് കാര്യവും ചെയ്യണം, നമ്മളെ ഇഷ്ടത്തിന് ചെയ്യണമെങ്കിൽ ഈ സമയദോഷം നിൽക്കുന്നെങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എടുക്കണം. 11:56 തൊട്ട് 12:44 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടം. മറ്റേ മുഹൂർത്തം ഉണ്ട്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം തന്നെ എടുക്കണമെന്നില്ല. ബൈ ചാൻസ് നമുക്ക് ആ മുഹൂർത്തം തെറ്റിപ്പോയാലും അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധാലുവായിട്ട് പോകണം. അതിനൊപ്പം തന്നെ വസ്ത്രധാരണവും കൂടി ശ്രദ്ധിച്ചോളണം. നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും കുറച്ചുകൂടി നമ്മളെ ഉന്മേഷഭരിതരാക്കി തീർക്കാനും ഒക്കെ വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള, അതായത് ഇളം വെളുപ്പിലുള്ള വസ്ത്രം ഒക്കെ നമുക്ക് ധരിക്കുന്നത് നന്നായിരിക്കും.
ഫുൾ വെള്ളയായിട്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. എൻ്റെ പാൻറ്റോ ഷർട്ടോ ഏതെങ്കിലും ഒന്ന് വെള്ളയായിട്ട് ഉണ്ടാവുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു വെളുത്ത തുണി കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസവും നിങ്ങൾക്ക് ഭാഗ്യത്തെ തരുന്ന ദിവസമാണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ട ഭാഗ്യം പൂർണ്ണമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.